ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എമ്മാവുസിലേക്ക് പോയ ശിഷ്യർ ആരൊക്കെയാണ്? പരിശുദ്ധ കുർബാനയുടെ തിരുനാളുകളിൽ ഞാൻ എവിടെയും പറഞ്ഞു കേൾക്കാത്ത ഒന്നാണ് എമ്മാവുസിലേക്കുള്ള യാത്ര. പരിശുദ്ധ കുർബാനയെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലെത്തുക എമ്മാവുസിലേക്കുള്ള യാത്രയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? പുതിയൊരു വീഡിയോ എമ്മാവുസിലേക്ക് നമ്മയും കൊണ്ടുപോകട്ടെ, നമ്മൾക്കും പോകാം. മുപ്പതോളം വിഷയങ്ങളുമായി ചാനൽ. നമുക്ക് എമ്മാവൂസിലേക്ക് പോകാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടീച്ചർ പറഞ്ഞത് എമ്മാവൂസിനെ പറ്റിയാണ് ചോദിച്ചത്. അതെ, ഞാനിപ്പോഴും പരിശുദ്ധ കുർബാനയുടെ ആദിമ രൂപത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എന്നെ എത്തിക്കുന്നത് ഒരു യാത്രയിലും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലുമാണ്. എൻ്റെ മനസ്സിൽ പരിശുദ്ധ കുർബാനയെ പറ്റി വരുമ്പോൾ തന്നെ എമ്മാവൂസിലേക്ക് പിന്തിരിയുന്ന ശിഷ്യരെയാണ് കാണുന്നത്. ശിഷ്യർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ 12 പേരാണ്. ഞാൻ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പറയുന്നു 72 ശിഷ്യരെ വിട്ടു എന്ന് പറയുന്നു. പിന്നെ വീണ്ടും ഞാൻ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളിൽ അവരിൽ നിന്ന് 12 പേരെ ശിഷ്യരാക്കി തിരഞ്ഞെടുത്തു എന്നാണ് പറയുക. അത്രയും ശിഷ്യരുണ്ടായിരുന്നു. അതിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു എന്നാ പറയുക. അപ്പോൾ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും രണ്ടും രണ്ടാണോ? അപ്പൊ അങ്ങനെയെങ്കിൽ ഈ 12 ശിഷ്യരിൽ 2 പേരല്ല ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയത് അല്ലേ? ആ ചിന്തകളിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. ശിഷ്യർ, അപ്പോസ്തലർ, ഈ 2 വ്യത്യാസങ്ങളിലേക്ക്. ശിഷ്യന്മാരെല്ലാം അപ്പോസ്തലന്മാരല്ല, എന്നാൽ അപ്പോസ്തലന്മാരെല്ലാം ശിഷ്യന്മാരാണ്. ആ ഒരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ എമ്മാവൂസിലേക്ക് കൊണ്ടുപോകാം. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള യാത്രയിലേക്ക് കൊണ്ടുപോകാം. ശിഷ്യൻ എന്ന വാക്കിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 12 അപ്പോസ്തലന്മാർ അല്ലേ, 12 ശിഷ്യരെയാണ് നാം നോക്കുക. അവർ അപ്പോസ്തലന്മാരാണ്. മലയാളത്തിൽ ശിഷ്യൻ എന്ന ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നു. ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടാകും. ശരിയാണ്, ആ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യരെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് സംശയമുണ്ടായി. അത് നിങ്ങൾ ആരോടും ചോദിച്ചില്ല, ഒരു വൈദികരോടും ചോദിച്ചില്ല, ഒരു കാറ്റഗിസ്റ്റ് ടീച്ചറോടും ചോദിച്ചില്ല. അത് നമ്മൾ അപ്പാടെ അങ്ങ് വിഴുങ്ങി അല്ലേ. എന്നാൽ 72 ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞു, അത് നിങ്ങൾ വേറെ ആരോടും ചോദിച്ചില്ല. 72 ശിഷ്യരുണ്ടോ? അതും നമ്മൾ അപ്പാടെ വിഴുങ്ങി. ഈ മൂലഭാഷയിൽ ഉള്ളത്, അതായത് പുതിയ നിയമത്തിലെ മൂല ഗ്രീക്ക് ഭാഷയിൽ 2 വ്യത്യസ്ത തരങ്ങളുള്ള ആശയങ്ങളുണ്ട്. ആദ്യത്തേത് 12 പേർ. യേശു പ്രത്യേകമായി തിരഞ്ഞെടുത്ത 12 പേരെയാണ് അപ്പോസ്റ്റൽസ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ എന്ന് വിളിക്കുക. അപ്പോസ്തലൻ എന്ന ഗ്രീക്ക് ഭാഷ അപ്പോസ്റ്റൽസ്, അതിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രതിനിധി എന്നതാണ്. തോമസ്, പീറ്റർ, ജോൺ ഇവരൊക്കെ അയക്കപ്പെട്ടവരാണ്. ഇവർ 12 അപ്പോസ്റ്റൽസ്. നെക്സ്റ്റ് ഡിസിപ്പിൾസ്, അതായത് ശിഷ്യർ. ശിഷ്യൻ എന്നതിന് ഗ്രീക്കിൽ പറയുന്നത് മത്തേറ്റസ് എന്നാണ്. മനസ്സിലാക്കുക, നമ്മളുടെ മൂല തർജ്ജമയ്ക്കാണ്. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് കുറച്ച് ചേഞ്ചസ് വന്നല്ലേ. റോമൻ മിസാലിൽ വന്നിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരം ചില വ്യതിയാനങ്ങൾ വരുന്നു. അത് മോഹൻലാൽ പറയുന്നത് പോലെ അല്ലേ, നേരെ അല്ലല്ലോ മോഹൻലാൽ പറയാ, എപ്പോഴും തിരിച്ചാ പറയുന്നത്. ആ ഒരു തലത്തിലാണ് നമ്മൾ പ്രത്യുത്തരം പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. വീട്ടിൽ എന്നുള്ള വേണ്ടി യോഗ്യതയില്ല എന്നതിൽ ഭവനത്തിൽ നിന്നായി. ഇപ്പോ വീട്ടിൽ എന്ന് പറയുന്നത് പണ്ടത്തെ ആ രീതിയിൽ തന്നെയാണ്. വീടും ഭവനവും രണ്ടാണ് അല്ലേ. വീട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വിഷം ഉണ്ടാക്കുന്നതാണ്.
ഭവനം അത്രയധികം ഇന്റിമേഷൻ ഉണ്ടാക്കുന്നതല്ല. മറ്റേതിനല്ല, ഭ എന്നതിന് ബ എന്നും ഫ എന്നും പറയുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളുടെ ഒരു സിനിമാ നടൻ, അദ്ദേഹം ഫ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ഡയമണ്ട് നെക്ലസിൽ. അതിൽ പറയുന്നതാണ് ഫ അല്ല ഭായാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഭവനം എന്നുള്ളതിന് പകരം വീടാക്കിയത്. ഇപ്പൊ ഇത് ഭവനമാക്കി. ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. അപ്പോൾ ഗ്രീക്കിന്റെ മൂലഭാഷ വരുന്നത് മത്തേറ്റിസ് ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് ശിഷ്യനെ തന്നെ അപ്പോസ്റ്റൽസ് എന്നും ഗ്രീക്കിൽ അപ്പോസ്റ്റൽസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ ശിഷ്യരെ മത്തേറ്റിസ് എന്നും പറയുന്നു. വ്യത്യാസം മനസ്സിലാക്കുക. ആ മത്തേറ്റിസിന് പറയുന്നത് വിദ്യാർത്ഥി അല്ലെങ്കിൽ പഠിതാവ് അല്ലെങ്കിൽ ഗുരുവിന്റെ അനുയായി, അത് ശിഷ്യൻ. യേശുവിനെ അനുഗമിച്ചിരുന്ന എല്ലാവരും ഒരർത്ഥത്തിൽ ശിഷ്യരാണ്. നമ്മളും ശിഷ്യരാണ്. ആ 12 പേര് മാത്രമല്ല, എമാവൂസിലേക്ക് പോയ ആ 2 പേർ ശിഷ്യരെന്നാണ് ബൈബിൾ പറയുന്നത്, അല്ലെ? വ്യക്തമായി പറയുന്നത് ആരാണ്? ഏത് സുവിശേഷകനാണ്? വിശുദ്ധ ലൂക്കായാണ്. വിശുദ്ധ മത്തായിലില്ല, യോഹന്നാനിലില്ല. ലൂക്കായിലും മാർക്കോയിലുമാണ്. വിശുദ്ധ മാർക്കോയിൽ വെറുതെ ഇങ്ങ് ഓടിച്ചിട്ട് പോവുകയാണ്. അത് പറയണോ പറയണ്ടയോ എന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ട് അങ്ങ് പോവുകയാണ്. എന്നാൽ വിശുദ്ധ ലൂക്ക എത്ര വിശദമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത, ഫീൽ ചെയ്ത, അനുഭവിച്ച വേടുകളാണ് എമ്മാവൂസിലേക്കുള്ള യാത്രയെ വിവരിക്കുന്ന വിശുദ്ധ ലൂക്ക. ആ ലൂക്ക ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ശിഷ്യന്റെ പേര് പറയുന്നു വിശുദ്ധ ലൂക്ക, മറ്റേ ശിഷ്യന്റെ പേര് പറയുന്നില്ല. അത് ശിഷ്യയാണോ ശിഷ്യൻ എന്ന് പറയുന്നില്ല. പക്ഷേ ലൂക്കായാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ അതേപറ്റി വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ തീരട്ടെ. യേശുവിന്റെ 72 ശിഷ്യന്മാർ, അത് ലൂക്ക 10 പറയുന്നുണ്ട്. എന്നാൽ 70 പറയുന്നുണ്ട്. അപ്പൊ മറ്റൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ 4 സുവിശേഷം എടുക്കുമ്പോൾ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുന്ന 3 എണ്ണമാണ്. മത്തായി, മർക്കോസ്, ലൂക്ക. ഇതിന് തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട്. എന്നാൽ വിശുദ്ധ മത്തായി ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ, ക്രൈസ്തവന്റെ മഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന ഗിരിപ്രഭാഷണം നടത്തുന്നത് മലയുടെ മുകളിലാണ്. അത് തന്നെ വിശുദ്ധ ലൂക്ക നടത്തുന്നത് സമതലത്തിൽ വെച്ചാണ്. അപ്പോൾ ആദ്യമായി സുവിശേഷം വായിക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. നമ്മുടെ കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. എന്തേ ഇങ്ങനെ വ്യത്യസ്തത? ചിലയിടത്ത് പറയുന്ന അത്ഭുതങ്ങൾക്ക് ചിലയിടത്ത് പറയുന്നു സീറോഫിനേഷൻ എന്ന് പറയുന്നു, കാനാൻകാരിയായി, അങ്ങനെ പല തലങ്ങളിൽ വ്യതിയാനങ്ങൾ വരുന്നു. എല്ലാം അർത്ഥത്തിൽ കാമ്പ് ഒന്ന് തന്നെയാണ്. അത് അതിനുവേണ്ടി പഠിക്കുമ്പോഴാണ് അറിയുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ചില വ്യത്യസ്തതയുണ്ടെങ്കിലും ചില അത്ഭുതങ്ങൾക്ക് സമാന്തരമുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ സമാന്തര സുവിശേഷങ്ങളെ പറ്റി വിശദമായി ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഏത് രീതിയാണ്. ഇപ്പോൾ നാം എമാവൂസിലാണ്. ശിഷ്യർ എന്ന് പറയുന്നത് ശിഷ്യയുമാകാം ശിഷ്യനുമാകാം. മനസ്സിലാക്കുക. ശിഷ്യരുമാകാം ശിഷ്യനുമാകാം. ശിഷ്യമാരില്ലേ? മേരി മാഗ്ലിൻ, അല്ലേ? മേരി ഓഫ് മാഗ്ലിൻ ശിഷ്യയാണ്. മേരി ഓഫ് ക്ലെയോപ്പസ് അത് ശിഷ്യയാണ്. അങ്ങനെ ഒത്തിരി ശിഷ്യരും ശിഷ്യനൊക്കെ ഉണ്ട്. ഇനി എമാവൂസിലേക്കുള്ള ശിഷ്യൻ ക്ലെയോപ്പസും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ശിഷ്യനും ഈ 12 അപ്പോസ്തലരിൽ പെട്ടവരല്ല. എന്നാൽ അവർ യേശുവിന്റെ ശിഷ്യന്മാരാണ്. ഈ ക്ലെയോപ്പസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആരായിരിക്കാം? ഞാൻ പറഞ്ഞു വിശുദ്ധ ലൂക്കയാണെന്ന്. അത് പണ്ഡിത മതമാണ്. കാര്യം പല പല കാര്യങ്ങളും, അതിന്റെ വ്യക്തതയും അതിന്റെ ക്ലാരിറ്റിയും അതിന്റെ ട്രാൻസ്പെറൻസിയും അതിന്റെ സുതാര്യതയും നോക്കുമ്പോൾ ചിന്തിക്കുന്നത്, എത്തുന്നത് വിശുദ്ധ ലൂക്കായിലാണ്. അല്ലെങ്കിൽ കൃത്യമായ അടയാളങ്ങൾ പറയില്ലായിരുന്നു. അത് പറഞ്ഞത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു തലത്തിൽ ചിന്തിക്കാം. മേരി ഓഫ് ക്ലെയോപ്പസ്, അല്ലേ? ആ ക്ലെയോപ്പസിന്റെ ഭാര്യ ഉണ്ടായിരുന്നു മേരി. ആ മേരി ആകാം കൂട്ടത്തിൽ പോകുന്നത്. എമാവൂസിലേക്ക് ക്ലെയോപ്പസിനൊപ്പം പോയതാരാണ്? ഒരു ശിഷ്യനാണ്, അല്ലേ? ശിഷ്യനാണ് എന്ന് പറഞ്ഞു ബൈബിളില്? ഇല്ലല്ലോ, ശിഷ്യരാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സ്ത്രീയും പുരുഷരും ആകാം. ക്ലെയോപ്പസിന്റെയും ഭാര്യ. പണ്ട്
പേരുകൾ സ്ത്രീകളുടെ എടുത്ത് പറയാറില്ലായിരുന്നു. ബൈബിളിലാണ് കൂടുതലും പേരുകൾ എടുത്ത് പറഞ്ഞത്. അപ്പൊ അതിൽ ഓരോരുത്തരെയും പറയുമ്പോൾ അതിന് പ്രത്യേകം അല്ലെ, മേരി ഓഫ് മഗ്ദലേൻ, മേരി ഓഫ് ജീസസ് അല്ലെ, മദർ ഓഫ് ജീസസ് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. ഇത് മേരി ഓഫ് ക്ലയോപ്പസ്, ക്രിസ്തുവിന്റെ കുരിശിന് താഴെ ഉണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരു സ്ത്രീയാണ് മേരി ഓഫ് ക്ലയോപ്പസ്. അപ്പോൾ ക്ലയോപ്പസ് തൻ്റെ കൂടെ എമാവൂസിലേക്ക് കൊണ്ടുപോയത് ആരെയായിരിക്കണം? മേരി ഓഫ് ക്ലയോപ്പസിനെ തന്നെ ആകാനാണ് സാധ്യത. എന്നാൽ അവിടെ എവിടെയോ ഉണ്ടായിരുന്നു വിശുദ്ധ ലൂക്ക, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ്, കൊല്ലെ എന്നാ പറയാ, ആ ഒരു സോഴ്സ് ഒരു ട്രഡീഷൻ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് അവിടെയുണ്ടായിരുന്ന ആരെങ്കിലും വഴിയായിരിക്കാം. ക്ലയോപ്പസ് ഒറ്റയ്ക്ക് പോകുമോ? തന്റെ ഭാര്യയെ ഇവിടെ ജെറുസലേമിൽ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ മരണമടഞ്ഞ് ശേഷം ഒന്നുമില്ലാത്ത അവസ്ഥയിലാകുകയാണ്, ഇനി ആര് എന്ന് ചിന്തകൾ വരുമ്പോൾ തൻ്റെ കൂട്ടത്തിലുള്ള ഭാര്യയോട് ഉപേക്ഷിച്ചിട്ട് പോരുമോ? അപ്പോൾ ക്ലയോപ്പസിന്റെ ഭാര്യയായ മേരിയാകാം കൂട്ടത്തിലുള്ളത് എന്ന ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. പല പണ്ഡിതരും വന്നതാണ്. എന്തായാലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക. ശിഷ്യൻ എന്നത് ഗ്രീക്ക് അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു, മത്തേറ്റസ് എന്നതാണ് മൂലഗ്രന്ഥത്തിലുള്ളത്. പുതിയ നിയമം ഏത് ഭാഷയിലാണ് എഴുതിയത്? അരമായിക്കിലാണോ? മത്തായിയുടെ സുവിശേഷം അരമായിക് ഭാഷയിലുള്ള ഒരു മൂലകൃതി ഉണ്ടോ എന്ന് പറയുന്നുണ്ട്, ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ അതിൽ മറ്റുള്ള 3 പേരും ഗ്രീക്ക് ഭാഷയിലാണ്. ഇതും ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് പണ്ഡിതമതം. അപ്പോൾ മത്തേറ്റിസ് എന്ന പദമാണ് അവരെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ശിഷ്യൻ ഉപയോഗിക്കുന്നത് മത്തേറ്റിസ് ആണ്. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 12 മുതൽ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെ വാക്യങ്ങളിൽ കൃത്യമായി പറയുന്നു, അപ്പോസ്റ്റൽസ് യേശു മലയിൽ പോയി പ്രാർത്ഥിച്ച ശേഷം തിരഞ്ഞെടുക്കാൻ വരികയാണ്. പ്രാർത്ഥിച്ച ശേഷം, അതിനു മുമ്പ് ശിഷ്യരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, എങ്കിൽ തന്നെ ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. അദ്ദേഹം തന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇവരിൽ ആരെ വേണം ശിഷ്യരായി? 12 പേരായി. അങ്ങനെ അദ്ദേഹം മലയിൽ നിന്ന് വന്നിട്ട് 12 പേരെയും അക്കമിട്ട് പേര് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് അപ്പോസ്റ്റൽസ് ആണ്, അപ്പോസ്തലന്മാരാണ്. മനസ്സിലാക്കണം, ശിഷ്യരും അപ്പോസ്റ്റൽസും രണ്ടും രണ്ടാണ് എന്ന് ചിന്തിക്കുക. എല്ലാ അപ്പോസ്തലന്മാരും ശിഷ്യരാണ്, ഞാൻ പറഞ്ഞതിലേക്ക് വരികയാണ്. എല്ലാ അപ്പോസ്തലന്മാരും ശിഷ്യരാണ്, എന്നാൽ എല്ലാ ശിഷ്യരും അപ്പോസ്തലല്ല. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ ചിലപ്പോൾ 12 പേർ എന്നും മറ്റു സ്ഥലത്ത് ശിഷ്യർ എന്നും പ്രത്യേകം പറയുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ സുവിശേഷം വായിക്കുന്നത് വെറുതെ ഓടിച്ചിട്ട് പോകല്ലേ, വ്യാഖ്യാനങ്ങൾ അറിഞ്ഞു വേണം. സുവിശേഷങ്ങൾ അറിയുന്നത് നന്നായി അറിയണം, അതാണ് നമുക്ക് പറ്റുന്നത്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിൾ മുഴുവൻ എഴുതുന്നുണ്ട്, അർത്ഥങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ സുവിശേഷങ്ങൾ എഴുതുന്നുണ്ടാവും. ആ എഴുതുന്നതിൽ നിന്ന് ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് കിട്ടുന്നുണ്ട്, അനുഭവം കിട്ടുന്നുണ്ട്. പക്ഷേ വ്യാഖ്യാനങ്ങൾ പലയിടത്തും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ 12 പേരെന്ന് പലയിടങ്ങളിലും പറയുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ ശിഷ്യർ എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടിന്റെയും വ്യതിയാനവും വ്യത്യാസവും തീർച്ചയായിട്ടും നിങ്ങൾ അറിയണം. ഞാൻ സുവിശേഷത്തെ പറ്റി പറയുന്നത് ഒരു വൈദികന്റെ കണ്ണിലൂടെയല്ല, അത് ഒരു സാധാരണക്കാരന്റെ, ഒരു അൽമായന്റെ കണ്ണിലൂടെയാണ്. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു മറയില്ലാതെ പറയാനാകും. ആവേശം എന്നത് എനിക്ക് വരുന്നു ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ക്ഷമിക്കണം ശബ്ദം കൂടുന്നതിൽ. എമ്മാവൂസിന്റെ സംഭവത്തിൽ മറ്റൊരു മനോഹരമായ വശമുണ്ട്. യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? 12 അപ്പോസ്തലന്മാർക്കല്ല, സാധാരണക്കാരായ ശിഷ്യരായ യാത്രികർക്കാണ്, 2 യാത്രികർക്കാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇത് സഭയുടെ ഒരു വലിയ സന്ദേശമായി കാണുന്നു.
ക്രിസ്തു അപ്പോസ്തലന്മാരുടെ മാത്രം കർത്താവല്ല, എല്ലാ ശിഷ്യരുടെയും കർത്താവാണെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്, പ്രഖ്യാപിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കൗതുകകരമായ ഒരു കാര്യം നമുക്ക് കാണാനാവും. യേശു തൻ്റെ 12 പേരെ സാധാരണയായി അപ്പോസ്തലന്മാർ എന്ന് സംബോധന ചെയ്യുന്നതായി അധികമായി നാം കാണുന്നില്ല. അത് ലൂക്കായുടെ സുവിശേഷത്തിലാണ് നാം അത് കാണുന്നത്. സുവിശേഷകന്മാരും ആദ്യ സഭയും അവരെ അങ്ങനെ വിശേഷിപ്പിക്കുകയാണ് കൂടുതലായി ചെയ്യുന്നത്. അവൻ 12 പേരെ നിയമിച്ചു, അവരെ പ്രസംഗിക്കുവാൻ അയക്കപ്പെട്ടവൻ അതാരാണ്? അപ്പോസ്തലനാണ്. അപ്പോ മർക്കോസിന്റെ സുവിശേഷം മലയാളീകരിച്ചപ്പോൾ അവിടെ ഗ്രീക്കിലെ അപ്പോസ്റ്റൽസ് എന്നത് മാറി. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. ഇവിടെ അയക്കുക എന്ന ആശയത്തിൽ നിന്നാണ് അപ്പോസ്റ്റലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ വരുന്നത്. ഇത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവൻ തൻ്റെ ശിഷ്യരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു, അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിച്ചു. കാണുക, കേൾക്കുക, അറിയുക. അപ്പോസ്തലന്മാരെന്ന് ഡിക്ലെയർ ചെയ്ത് അവിടെ വിളിക്കുകയാണ്. അവരെ അപ്പോസ്തലന്മാർ എന്ന് ക്രിസ്തു നാമകരണം ചെയ്തു. ഇപ്പൊ ക്രിസ്തുവാണ് അവരെ നാമകരണം ചെയ്യുന്നത്. സുവിശേഷങ്ങളിൽ യേശു അവരെ നേരിട്ട് വിളിക്കുന്നുണ്ട്, ശിഷ്യരെ. ദാറ്റ് ഈസ് മത്തേത്തായ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് മത്തേത്തായി എന്ന് വിളിക്കുന്നു? സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നുണ്ടല്ലേ, ദാറ്റ് ഈസ് സ്നേഹിതരെ എന്ന് വിളിക്കുന്നുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായം 15-ാം വാക്യങ്ങളാണ്. എന്നാൽ ചിലപ്പോൾ ചെറിയ ആട്ടിൻ കൂട്ടമേ എന്ന് വിളിക്കും. അതാരാ പറഞ്ഞിരിക്കുന്നത്? ലൂക്കാസ് സുവിശേഷകനാണ്. 12-ാം അധ്യായം 32-ാം വാക്യത്തിലാണ്. എന്നാൽ യേശു ഹേ അപ്പോസ്തലരെ എന്ന് പതിവായി വിളിക്കുന്നതായി സുവിശേഷങ്ങളിൽ കാണുകയേ ഇല്ല. യേശുവിൻ്റെ ഭൗമിക ജീവിതകാലത്ത് അവർ പ്രധാനമായും മത്തേത്തിയാണ് അല്ലെ, അതായത് ശിഷ്യരാണ്. പുനരുത്ഥാനത്തിന് ശേഷം സുവിശേഷം ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ അയക്കപ്പെട്ടവർ അപ്പോസ്റ്റൽസ് എന്ന നിലയിലാണ്. അവർ അപ്പോസ്തലന്മാർ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. അതായത് അപ്പോസ്തലോയി, അതാണ് അതിൻ്റെ ഗ്രീക്ക് വേർഡ്. മൂലഭാഷയുടെ കാഴ്ചപ്പാടുകൾ പറയുകയാണെങ്കിൽ ശിഷ്യൻ യേശുവിൽ നിന്ന് പഠിക്കുന്നവനാണ്. അപ്പോസ്തലൻ യേശുവിനാൽ അയക്കപ്പെട്ടവനാണ്. 12 പേർ ആദ്യം ശിഷ്യരായിരുന്നു, പിന്നീട് അവർ പ്രത്യേക ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട് അപ്പോസ്തലനായി. അത് മനസ്സിലാക്കിയല്ലോ. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വാക്യങ്ങളിൽ പറയുന്നു, ശിഷ്യരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലരായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടത്, ക്രൈസ്തവരെന്ന് വിളിക്കപ്പെട്ടത് എവിടെ നമുക്കറിയാലോ? അന്ത്യോക്യയിൽ വെച്ചാണ്. എന്നാൽ അപ്പോസ്റ്റൽസ് എന്ന് വിളിച്ചു തുടങ്ങിയത് ആരാണ്? ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തില്, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, നേരം വെളുത്തപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു, അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു, അവരെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നു. അതിൻ്റെ മൂല ഗ്രീക്കിൽ പറയുന്നത് അവരെ അപ്പോസ്തലന്മാർ എന്ന് നാമകരണം ചെയ്തു എന്നാണ്. അതായത് ബൈബിളിന്റെ സാക്ഷ്യം അനുസരിച്ച് യേശു ഗലീലയിലെ തൻ്റെ പൊതു ശുശ്രൂഷ കാലത്ത് 12 പേരെ തിരഞ്ഞെടുക്കുമ്പോഴാണ് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകിയെന്ന് പറയുക. ലൂക്കായുടെ സുവിശേഷം അല്ലെങ്കിൽ വിവരണം അനുസരിച്ച് യേശു ഒരു മലയിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് ലൂക്കായുടെ സുവിശേഷം 12-ാം വാക്യത്തിൽ പറയുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, ഈ 12 പേരെ തിരഞ്ഞെടുക്കാൻ, ഇത്രയധികം പേരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുക്കാൻ
നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തുനിന്ന് പത്രോസിനെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ യോഹന്നാന്റെ ശിഷ്യനായ സ്നാപയോഹന്നാന്റെ ശിഷ്യനായ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസിനെ തിരഞ്ഞെടുത്തു, അന്ത്രയോസിലൂടെ പത്രോസിനെ തിരഞ്ഞെടുത്തു, അതുപോലെ ലേവിയെ ചുങ്കസ്ഥലത്ത് തിരഞ്ഞെടുത്തു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതായിട്ട് നാം അറിയുന്നുണ്ട് അല്ലേ? എന്നാൽ അത്രയും പേരിൽ ഒത്തിരി പേര് വന്നതിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ക്രിസ്തു കൺഫേം ചെയ്തത് ആ 12 പേര്. അതിലുണ്ട് ആര്? യൂദാസ് കറിയോത്ത. തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്തായും ആ വളരെയധികം ശിഷ്യരിലുണ്ട്. അതിൽ 12 പേരിൽ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹവും അതിൽപ്പെടുന്നു. അദ്ദേഹവും അപ്പോസ്റ്റൽ തന്നെയാണ്. അപ്പൊ യേശു മലയിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത ദിവസം ആ ഒത്തിരിയധികം ശിഷ്യരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവരെ അപ്പോസ്തലന്മാരെന്ന് വെച്ചത്. ആ 72 പേരെ തെരഞ്ഞെടുത്തതും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം, ഒത്തിരി പേരിൽ നിന്നാണ് അല്ലേ? എപ്പോഴും ക്രിസ്തുവിനൊപ്പം തിന്നും കുടിച്ചും മാത്രമല്ല, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ കേട്ടും അടയാളങ്ങൾ കണ്ടും അനുഭവിച്ചും ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചും നമ്മൾ വിശുദ്ധ കുർബാനയുടെ അനുഭവിക്കുന്നത് തന്നെയായിരുന്നു ആ ജനക്കൂട്ടവും അനുഭവിച്ചിരുന്നത്. ആ അനുഭവേദ്യമായ അവരെല്ലാം ശിഷ്യരാണ്. ഞാനും ശിഷ്യരാണ്, നിങ്ങളും ശിഷ്യരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ശിഷ്യർ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, ശിഷ്യരാണോ? ഞാൻ പറഞ്ഞു യെസ്, വിശുദ്ധ പൗലോസും ശിഷ്യരാണെന്ന് പറഞ്ഞു. ഈ മല, ക്രിസ്തു പ്രാർത്ഥിച്ച മലയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് കൃത്യമായ ഒരു പേരില്ല. യേശു പ്രാർത്ഥിച്ച മലയെന്നാണ്. പിന്നെ പറയുന്നു അതിന് പേരിട്ടു മൗണ്ട് ഓഫ് ബെറ്റിറ്റോട്സ്, അതായത് അനുഗ്രഹങ്ങളുടെ മല എന്ന് പറഞ്ഞിട്ട് പേര് ഇടുകയാണ് ചെയ്തത്. സഭാ പാരമ്പര്യങ്ങളിൽ ഇത് പലപ്പോഴും മൗണ്ട് ഓഫ് ബെറ്റിറ്റ്യൂഡ്സ് എന്ന പ്രദേശവുമായി ബന്ധപ്പെടുത്തിയാണ് പോകുന്നത്. ബൈബിളിൽ അതിന് വ്യക്തമായി ആ മലയുടെ പേര് പറയുന്നില്ല. ശിഷ്യരാണോ അപ്പോസ്തലന്മാരാണോ ശരിയെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ശിഷ്യരെല്ലാം അപ്പോസ്തലരല്ല, എന്നാൽ അപ്പോസ്തലരെല്ലാം ശിഷ്യരാണ്. ശിഷ്യർ യേശുവിനെ അനുഗമിച്ച, അവനിൽ നിന്ന് പഠിച്ചവരാണ്, അനുഭവിച്ചവരാണ്. അപ്പോസ്തലന്മാർ എന്നാൽ അപ്പോസ്തലോയി, യേശു പ്രത്യേകവുമായി തെരഞ്ഞെടുത്ത് ആ ദൗത്യത്തിനായി അയച്ച 12 പേരാണ്. അത് വ്യക്തമായി ലൂക്കായിൽ പറയുന്നുണ്ട്, അവർ ചെയ്യേണ്ടത് എന്താണെന്ന് മത്തായിൽ പറയുന്നുണ്ട്. ഇതുപോലെ 12 പേരെ ശിഷ്യരെന്ന് വിളിക്കാം, അതുപോലെ തന്നെ അപ്പോസ്റ്റൽസ് എന്നും വിളിക്കാം. എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോയത്? ജെറുസലേമിൽ നിന്ന് എമാവൂസിലേക്ക് പോവുകയായിരുന്നല്ലേ? ആ എമാവൂസിലേക്ക് പോകുന്ന യാത്രയിലാണ് നിങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ എന്തായി? അവിടെയാണ് ശിഷ്യർ എന്ന് പറഞ്ഞത്. 2 ശിഷ്യർ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാവില്ലേ? ആ സംശയത്തെ തീർക്കുകയാണ് ഞാൻ എൻ്റെ കാറ്റഗിസം ക്ലാസ്സിൽ, ഈ 40 വർഷമായിട്ടുള്ള കാറ്റഗിസം ക്ലാസ്സിൽ ഒരു വേർഡാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ചരിത്രങ്ങൾ അന്വേഷിച്ചു പോകും, വ്യക്തമായി നൽകും. ഇപ്പൊ ഫേസ്ബുക്കിലൂടെ 12,500ഓളം പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അങ്ങനെയാണ്. ഒരു സംശയം പോലും ഉണ്ടാകാത്ത രീതിയിൽ, എനിക്കൊരു സംശയം ഉണ്ടായാൽ അത് മറ്റുള്ളവർക്കും ഉണ്ടാവും, അത് ക്ലാരിഫിക്കേഷൻ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എമാവൂസിലേക്ക് എത്താനാവാഞ്ഞത്, ക്രിസ്തുവിനൊപ്പം കൂടെ പോകാൻ പറ്റാതിരുന്നത്. കാരണം ആ ശിഷ്യരെ പറ്റി പറയുന്നതാണ്. അടുത്ത വീഡിയോയിൽ ശിഷ്യരെ പറ്റി അല്ല പറയുന്നത്, എമാവൂസിലേക്കുള്ള യാത്രയിലാണ്. ആ ക്ലെയോപ്പാസിന്റെ കൂട്ടത്തിലുള്ള ആരാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതിന്റെ സാധ്യതകൾ സൂചിപ്പിച്ചിരുന്നു. ഇനി അതിലേക്ക് പോകാം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എമാവൂസിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നതാണ്, അല്ല നിങ്ങളോടൊപ്പം ഞാനും പോവുകയാണ്, അല്ല ക്രിസ്തുവിനൊപ്പം നമ്മൾ പോവുകയാണ്. എങ്ങോട്ട്? എമാവൂസിലേക്ക്. പരിശുദ്ധ കുർബാനയെ അനുഭവിക്കാൻ, അനുഭവേദ്യമാകാൻ. എന്താണ് പരിശുദ്ധ കുർബാനയുടെ
സ്ട്രക്ചർ അറിയാൻ, ഘടന അറിയാൻ കാണാം, അനുഭവിക്കാം. ഇവർക്കും സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.